ഹായ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്യഭാഷാ ചിത്രങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരാണ് നമ്മൾ മലയാളി പ്രേക്ഷകർ. ഇപ്പോൾ രജനി സാറിന്റെ സിനിമ ആയിക്കോട്ടെ, വിജയ് സാറിന്റെ സിനിമ ആയിക്കോട്ടെ, സൂര്യ സാറിന്റെ സിനിമ ആയിക്കോട്ടെ, അജിത് സാറിന്റെ സിനിമ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റ് തെലുങ്ക് നടന്മാരുടെ സിനിമകളായിക്കോട്ടെ, അല്ലു അർജുൻ, പ്രഭാസ് തുടങ്ങി അന്യഭാഷാ ചിത്രങ്ങളെല്ലാം കേരളത്തിൽ വന്നിട്ട് ഒരുപാട് കളക്ഷൻ നേടിക്കൊണ്ട് പോകാറുണ്ട്. നമ്മുടെ മലയാള സിനിമകൾ എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുപാട് കളക്ഷൻ ഒന്നും ജസ്റ്റ് വന്നു പോകുന്നത് മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. എന്നാൽ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു സിനിമ, സൗഹൃദത്തിന്റെ കഥ പറയുന്ന ഒരു കുഞ്ഞു സിനിമ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഒരുപാട് കളക്ഷനുകൾ വാരിക്കോരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഒരു തമിഴ് ആക്ട്രസ് അവർ അഭിനയിച്ച സിനിമ കാണാൻ വന്നിട്ട് അതിന്റെ ആ തിയേറ്റർ റെസ്പോൺസ് എടുക്കുന്ന സമയത്ത് മീഡിയ പേഴ്സൺസിനോട് കൊടുക്കുന്ന ഒരു ബൈറ്റാണ് ഞാൻ കണ്ടത്. നമുക്ക് ആദ്യം ആ ബൈറ്റ് ഒന്ന് കണ്ടിട്ട് மேட்டர்லேக்கு வர நல்லா ரெஸ்பாண்ட் பண்ணிட்டு இருக்காங்க. ஸோ இன்னும் நிறைய பேர் வந்து தியேட்டருக்கு வரணும்னு சொல்லிட்டு நாங்கள் நினச்சிட்டு இருக்கோம். ஸோ இந்த ஓடிடி வந்ததுனால வந்து நிறைய பேர் வந்து தியேட்டருக்கு வந்து பார்க்கறது ரொம்ப கம்மி ஆயிட்டீங்க. ஸோ எல்லாரும் தியேட்டருக்கு வந்து பாருங்க, ஒரு டிஃப்ரெண்ட் எக்ஸ்பீரியன்ஸாக கண்டிப்பாக இருக்கும் எல்லாருக்கும். வந்து ஒரு மலையாள படம் வந்து பயங்கரமாக போயிட்டு இருக்கு. அதுக்கு ப்ரொமோட் பண்றாங்க பெரிய நடிகர்கள். இந்த மாதிரி இங்க வர சின்ன சின்ன படங்களை பார்த்து ஒரு ஆதரவு பண்ண மாட்டேங்கிறாங்க. அது நீங்க மீடியா நீங்களே கேட்கலாம். இந்த படத்தை நீங்க பார்த்துட்டு சொல்லுங்க. இந்த படம் என்னன்னா உங்களுக்கு நீங்க சொல்ற அந்த சின்ன படம் மஞ்சுமல்லி பாய்ஸ் பிராங்கா சொல்லணும்னா அந்த மூவி வந்து நான் ஒரு மலையாளி தான். கேரளால தெரிஞ்ச வரைக்கும் எனக்கு கேரளால தெரிஞ்சது அந்த அளவுக்கு ரெஸ்பாண்ட் கிடையாது. ஏன் இங்க வந்து அந்த அளவுக்கு சாடுறீங்கன்னு எனக்கு ஒண்ணுமே தெரியல. பிகாஸ் மேபி அந்த ஒரு டிஃப்ரெண்டா கொடுத்துருக்காங்களா இல்லைன்னு எனக்கு ஒண்ணுமே தெரியல. நானும் மூவி பார்த்துருக்கேன், பட் அந்த அளவுக்கு சாட்டிஸ்ஃபைட் வந்து எங்களுக்கு எதுவுமே கிடைக்கல. இந்த மாதிரி சின்ன மூவிஸ்க்கும் நீங்க வந்து என்கரேஜ் பண்ணாதான் மற்றவங்களுக்கும் பண்றதுக்கு பாக்குறவங்களுக்கும் பிடிக்கும். ஆடியன்ஸ் வந்து ஒரு இது ஏதாவது ஒரு கண்டென்ட் வச்சுட்டு ஏதாவது ஒரு நார்மலாவே சொல்றேன், ஏதாவது ஒரு கண்டென்ட் வச்சிருந்தாங்க எல்லாருமே அதே ஃபாலோ பண்ணுவீங்க. இப்போ இந்த மஞ்சுமல்லி பாய்ஸ் கூட அதே மாதிரி தான். இப்போ ஒருத்தர் ഹൈപ്പ് பண்ணி വിട്ടാங்கன்னா എല്ലാവരുമേ അതേ வந்து ഹൈപ്പ് பண்ணி വിടുறாங்க. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചേച്ചി പറഞ്ഞ ഇങ്ങനെയാണ്, അവരൊരു മലയാളിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവരൊരു മലയാളിയാണെന്നുള്ളത്. പിന്നെ പറയുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത്, കേരളത്തിൽ ഇത്രമാത്രം റെസ്പോൺസ് ഒന്നും മഞ്ഞുമൽ ബോയ്സിന് കിട്ടിയിട്ടില്ല, പിന്നെ എന്തിനാണ് തമിഴ്നാട്ടിലുള്ള ആളുകൾ മഞ്ഞുമൽ ബോയ്സിന് ഇത്രയും പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയ സമയത്താണ് അവരുടെയും സിനിമ തിയേറ്ററിൽ റിലീസായത്. അതുകൊണ്ട് തന്നെ തിരക്ക് കുറവായിരിക്കാം. അപ്പോ അതിന്റെ പേരിലുണ്ടായ ചെറിയൊരു അസൂയയുടെ ലാഞ്ചിനെയാണ് അവരുടെ സംസാരത്തിൽ കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ സിനിമ നിങ്ങൾ ഇത്രയധികം ആഘോഷിക്കുകയല്ലേ, പിന്നെ എന്തുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൂടാ? പക്ഷെ അതിന്റെ ഡയറക്ടർ വളരെ മാന്യമായിട്ട് സംസാരിച്ച് തുടങ്ങിയതാണ്. ഇവരവിടെ അതിനെ ബ്രേക്ക് ചെയ്താണ് സംസാരിക്കുന്നത്. അപ്പോൾ അസൂയയ്ക്കും ടഷന്റെക്ക് പിന്നെയും പല പല ട്രീറ്റ്മെന്റ് ഉണ്ട്, പക്ഷെ അസൂയയ്ക്ക് മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പറഞ്ഞു വന്നത്, ഒരു മലയാള സിനിമ മറ്റൊരു സംസ്ഥാനത്ത് പോയിട്ട് ഇത്രയേറെ കളക്ഷൻ റെക്കോർഡുകൾ വാരി കൂട്ടുമ്പോൾ അവരിൽ പലർക്കും, എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നില്ല, പലർക്കും ഉണ്ടാകുന്ന ഒരു ചൊറിച്ചിലാണ് ഈ ഒരു സ്ത്രീയുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ സ്വന്തം സിനിമ പ്രൊമോട്ട് ചെയ്തോട്ടെ, പ്രശ്നമില്ല, പക്ഷേ അതിന് മറ്റൊരു സിനിമയെ താഴ്ത്തി കെട്ടിക്കൊണ്ടാവരുത്. ഇപ്പോൾ അവരുടെ സിനിമ അവർ പ്രൊമോട്ട് ചെയ്യുന്നേ ചെയ്തോട്ടെ, ഒരു ഇഷ്യൂ ഇല്ല. അതിന്റെ ഒപ്പം ഇറങ്ങി വേറൊരു സിനിമ അത് ആഘോഷിക്കേണ്ട സിനിമയല്ല, അതിലെന്താണ് ഉള്ളത്, ഞാൻ ആ സിനിമ കണ്ടു പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആ സിനിമ കൊള്ളാവുന്നത് കൊണ്ടാണ് ഇത്രയേറെ ആളുകൾ ആ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നതും അതിനെ, ആ സൗഹൃദങ്ങളെ അല്ലെങ്കിൽ ആ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ആ കൂട്ടായ്മ തന്നെ ഇന്ന് അത്യാവശ്യം ഇന്ത്യക്കകത്തെങ്കിലും അറിയപ്പെടുന്നത്. ഇനി ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ല. ഈ തമിഴ്നാട്ടുകാരെല്ലാവരും ഞാൻ ആക്ഷേപിക്കുന്നില്ല, പക്ഷെ അതിനകത്തും എല്ലാ നാടുകളിലും ഉള്ളതുപോലെ തന്നെ അതിനകത്തും കുറെ പുഴുക്കത്തുകളുണ്ട്. എഴുത്തുകാരൻ ജയമോഹൻ കഴിഞ്ഞ ദിവസം ഒരു റൈറ്റപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു ഇതേ മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച്. ആ റൈറ്റപ്പ് ഇങ്ങനെയാണ്, അത് കുറച്ചധികമുണ്ട്. അയാൾ തമിഴിലാണ് എഴുതിയത്, പക്ഷെ ഇവിടെ അതിന്റെ ഒരു മലയാള പരിഭാഷ കൊടുത്തിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ് മദ്യപ തെമ്മാടികളുടെ കൂത്ത്. സമകാലീന സിനിമകളെ ഞാൻ വിമർശിക്കാറില്ല, അഭിപ്രായം പോലും പറയാറില്ല. അങ്ങനെ തുടങ്ങുന്ന ഒരു റൈറ്റപ്പാണ് ജയമോഹൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. ആ സ്ക്രീൻ റെക്കോർഡിൽ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കുക. അതായത് ഒരു സൗഹൃദ കൂട്ടായ്മയുടെ കഥ പറഞ്ഞ് അതിനകത്ത് ഒരാൾ അപകടത്തിൽപ്പെടുമ്പോൾ അയാളെ രക്ഷിക്കുന്ന കഥ പറഞ്ഞ് ആ ഒരു മനോഹരമായ ഒരു സിനിമ, അതിനെ മദ്യപന്മാരുടെയും അതുപോലെ തന്നെ തെമ്മാടികളുടെയൊക്കെ ഒരു കൂട്ടായ്മയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് കൊച്ചി നഗരം മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും അടിമകളാണ് കൊച്ചിയിൽ സിനിമ എടുക്കുന്ന സിനിമാക്കാർ എന്ന് അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഇയാൾ രംഗത്ത് വന്നേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തിന്റെ കേടാണ്? ഞാൻ ചോദിച്ചോട്ടെ, തമിഴ് സിനിമകളിൽ മദ്യപിക്കുന്നില്ലേ?
ഈ പറയുന്ന കഞ്ചാവും മയക്കുമരുന്നും മറ്റും ഉപയോഗിക്കുന്നില്ലേ? അപ്പോ അത് നമ്മുടെ നാടുകളിൽ നടക്കുന്ന വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് പല സിനിമകളും ഇറങ്ങുന്നത്, അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള വിഷയങ്ങൾ ആസ്പദമാക്കിയാണ് പല സിനിമകളും ഇറങ്ങുന്നത്. അതിനെ അവിടെയുള്ള ആളുകൾ മുഴുവൻ അങ്ങനെയാണെന്ന് വളച്ചൊടുക്കുന്നതിൽ ഒരർത്ഥവുമില്ല. സിനിമാക്കാർ മുഴുവൻ മോശക്കാരാണ്. എന്റെ സിനിമാ മേഖലയിലാണോ മോശക്കാരുള്ളത്? മറ്റു മേഖലകളിൽ മോശക്കാരില്ലേ? അതോ കേരളത്തിലാണോ ഇത്തരം ആൾക്കാരുള്ളത്? തമിഴ്നാട്ടിലും മറ്റു സംസ്ഥാനങ്ങളിലും ഇല്ലേ? അപ്പൊ നമ്മളെല്ലാം മാന്യരാണ്, പുണ്യവാളന്മാരാണ്, മറ്റ് ആൾക്കാരെല്ലാം മോശക്കാരാണ് എന്ന് പറയുന്ന ഒരു പ്രവണതയോട് എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റില്ല. അപ്പോ ഇതിനകത്ത് ഈ പറയുന്ന ജയമോഹനെയും ഈ സ്ത്രീയെയും, ഈ ലേഡി ആയിരുന്ന പേരൊന്നും എനിക്കറിയത്തില്ല, അപ്പൊ ഇവരെയൊക്കെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേര് ഇപ്പോ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ജയമോഹൻ എന്തായാലും തൃപ്തിയായെന്ന് തോന്നുന്നു. കാരണം ഒരുവിധം നല്ല എഴുത്തുകളൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന്റെ റൈറ്റപ്പ് കണ്ടതിന് ശേഷം കുറെ അധികം ആളുകൾ ആക്ട് ചെയ്ത് കണ്ടു. അപ്പോൾ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്. പക്ഷെ ഞാൻ ഈ പേരും ഈ വ്യക്തിനെ മനസ്സിലാക്കുന്നത് ഈ ഒരു ഇഷ്യൂ വന്ന സമയത്താണ്. എന്തെങ്കിലുമൊക്കെ എഴുതി 10 പേരെടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്നതാണെങ്കിൽ ആയിക്കോട്ടെ, പക്ഷേ അതിന് മലയാളിയുടെ നെഞ്ചത്തോട്ട് കയറി വന്നിട്ട് ആവരുത്. സിനിമാക്കാരെല്ലാം മോശക്കാരാണ്, സിനിമാക്കാരെല്ലാം മറ്റേ മയക്കുമരുന്നിനും കഞ്ചാവിനും ഇതര വിഷയങ്ങൾക്കും അഡിക്റ്റ് ആണ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഇനിയെങ്കിലും ഈ മാന്യ ദേഹം എന്ന് സ്വയം നടിക്കുന്ന അയാൾ നിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.